ഹായ്, ഞാൻ വിപിൻ ദാസ്. സോളോ റൈഡർ എന്ന ഈ ചാനൽ കുറച്ചു കാലം മുന്നേ ഞാൻ ഉപയോഗിച്ചതാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. എന്നാലും ഇപ്പോഴും നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഈ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നുന്നു. മറ്റൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ടാണ്. റീസെൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഡിസേബിൾ ആയി പോകുന്നത്, സസ്പെൻഡ് ആയി പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ജനുവരി 10-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുന്ന സമയത്ത് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം ഷട്ട് ഡൗൺ ആയിപ്പോയി. ഇൻസ്റ്റാഗ്രാം വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാണിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് എറർ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു മെസ്സേജ് വന്ന് കിടക്കുന്നു. താങ്കൾ മെറ്റയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തിരിക്കുന്നു, എസ്പെഷ്യലി ചിൽഡ്രൻ എക്സ്പ്ലോയിറ്റേഷൻ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്, സെക്ഷൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാകെ എപ്പോഴുള്ള ഇതെന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഉടനെ ഞാൻ യൂട്യൂബിൽ കയറി എന്താണ് ഇത് സംഭവം എന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ കയറിയപ്പോൾ ഒരുപാട് എക്സ്പേർട്സ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതായി കണ്ടു. റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഡിസേബിൾ ആക്കുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീഡിയോസ് കണ്ടു. അവർ പറഞ്ഞ പ്രകാരമില്ല മെത്തേഡ് പ്രകാരം ഞാനത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ജനുവരി 10-നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുക എന്നല്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ഞാൻ ചെയ്തൊരു മെത്തേഡ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അറിവില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്ക്. ഇൻസ്റ്റാഗ്രാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ, സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. എല്ലാവരെയും പോലെ ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അറിഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ ഒരു 2 തവണ ചെയ്തു, പറ്റുന്നില്ല. ഉടനെ ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി, പക്ഷേ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ കാണിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് എറർ ഒക്കർ എന്നാണ്. ഒരു 3-4 തവണ ഞാൻ ശ്രമിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. യൂട്യൂബിലെ എക്സ്പേർട്സ് പറഞ്ഞ പ്രകാരം അവിടെ ഒരു അപ്പീലിൻ്റെ ഓപ്ഷൻ കാണും. ആ അപ്പീൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രകാരം കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ അപ്പീലിൻ്റെ ഓപ്ഷൻ എവിടെയും കാണുന്നില്ല. അപ്പീലിൻ്റെ ഫോമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ഒക്യൂർ എന്നല്ലാതെ എനിക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു 15-ാം തീയതി ആകുമ്പോൾ, ജനുവരി 15-ാം തീയതി ആകുമ്പോഴേക്ക് എനിക്ക് ഒരു ദിവസം എനിക്ക് മെയിലൊന്നും വന്നില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഇന്റർഫേസിൽ അവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നിങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ഡിസ്പ്ലേയിൽ കാണിച്ചു ഒരു ബ്ലൂ ബോക്സ്. ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പീലിൻ്റെ ബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനിലേക്ക് പോയി. എൻ്റെ ID വെരിഫിക്കേഷൻ ചെയ്തു. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു, വെരിഫിക്കേഷൻ ഞാൻ കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഉടനെ മെസ്സേജ് വന്നു, നിങ്ങൾ ജനുവരി 16-ാം തീയതി സബ്മിറ്റ് ചെയ്തു. പിന്നീട് എനിക്ക് ജനുവരി 21-ാം തീയതിയാണ് എനിക്ക് പുലർച്ചെ ഒരു മെസ്സേജ് മെയിൽ വന്ന് കിടക്കുന്നത് കണ്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മെറ്റയുടെ ഒരു മെയിലായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വി ആർ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നു. ഞാൻ അത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ലോഗിൻ ആയതിനു ശേഷം എൻ്റെ വെരിഫിക്കേഷൻ ചോദിച്ചു. ഞാൻ വെരിഫൈ ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. എനിക്ക് ഇൻസ്റ്റാഗ്രാം തിരിച്ചു കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. 1, 2, 3 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പീലിൻ്റെ ഓപ്ഷൻ വരും. അപ്പീലിൻ്റെ ഓപ്ഷൻ വന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പീലിൻ്റെ ഓപ്ഷൻ വന്ന് കൃത്യമായിട്ട് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തിരിച്ചു കിട്ടും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാമും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ പ്രോപ്പർ വേയിൽ പോയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മെത്തേഡ് ഇതാണ്. സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. 3, 4, 5, 6 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പീലിൻ്റെ ഓപ്ഷൻ വരും. അപ്പീൽ കൊടുക്കുക, വീണ്ടും വെയിറ്റ് ചെയ്യുക. എനിക്ക് ജനുവരി 10-ന് നഷ്ടപ്പെട്ടിട്ട് ജനുവരി 21-നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം എനിക്ക് തിരിച്ചു കിട്ടിയത്. ഓക്കെ, താങ്ക് യു.